തട്ടുകട സ്റ്റൈലിൽ ടൊമാറ്റോ ഫ്രൈ ചെയ്തെടുത്താലോ? ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് മുകളിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് വിടാം. ഇതിന് നമുക്ക് തിരിച്ചിടാം. ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഇതിനൊരു ക്രഞ്ചിനെസ് ഉണ്ടാവണം. ഇതിന് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പെരിഞ്ചീരകം ഇട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വാടി വരുന്നിടം വരെ ഇളക്കാം. ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയാണെങ്കിലും ഒരുപാടൊന്നും വാടണ്ട കേട്ടോ. ഒരു ക്രഞ്ചിനെസ് ഈ സവാളയ്ക്കും ഉണ്ടായിരിക്കണം. അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതിന് വരെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് വെച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേറെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് നൽകുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നില്ലേ?